നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. സ്വദേശീവൽക്കരണം കടുപ്പിച്ച് UAE. സ്വകാര്യ കമ്പനികൾ ഡിസംബർ 31-നകം 2% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണം. ജനുവരി 1 മുതൽ പരിശോധന കർശനമാക്കുമെന്ന് UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. PM ശ്രീയിൽ അയയാതെ CPI, MA ബേബിയുടെ ഇടപെടലും ഫലം കണ്ടില്ല. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് CPI അവൈലബിൾ സെക്രട്ടേറിയറ്റ്. സമവായ ചർച്ചകൾ തുടരാൻ CPM. നിർണായക ചർച്ചകൾക്ക് മണ്ഡലത്തിലെ പരിപാടികൾ ഒഴിവാക്കി MV ഗോവിന്ദൻ തിരുവനന്തപുരത്തേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായി കളക്ടർമാരുമായി ചർച്ച നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാൻ നിർദ്ദേശം. SIR ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് K. സുരേന്ദ്രൻ. KPCC പുനഃസംഘടനയിലെ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച നേതാക്കൾ. ഭിന്നതകൾ മാറ്റി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. സംസ്ഥാന നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച് K. സുധാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ തീരുമാനം. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ. പ്രകടന പത്രിക പുറത്തിറക്കി മഹാഗഠബന്ധൻ. കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകും. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുമെന്നും തേജസ്വി പ്രാൺ പത്രിക. വാർത്തകൾ വിശദമായി നോക്കുകയാണെങ്കിൽ UAEയുടെ സ്വദേശീവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ കമ്പനികൾ ഡിസംബർ 31-നകം 2% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് 2% സ്വദേശികളെ നിയമിക്കേണ്ടത്. ജനുവരി 1 മുതൽ പരിശോധന കർശനമാക്കുമെന്നും UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. എമിറാത്തി ടാലന്റ് കോമ്പറ്റിറ്റീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം അഥവാ നാഫിസ് എന്ന സ്വദേശീവൽക്കരണ പദ്ധതിയുടെ സുപ്രധാന ഘട്ടം ഈ വർഷം ഡിസംബർ 31-ന് അവസാനിക്കുകയാണ്. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ 2% സ്വദേശികളെ നിയമിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ പ്രതിവർഷം ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന നിർദ്ദേശവും ഡിസംബർ 31-നകം നടപ്പാക്കണം. ജനുവരി 1 മുതൽ പരിശോധന കർശനമാക്കുമെന്നും UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് ജനുവരി 1 മുതൽ പിഴ ചുമത്തും. നിയമം ലംഘിക്കുന്ന കമ്പനി ജോലി നൽകേണ്ട സ്വദേശി ഒരാൾക്ക് എന്ന കണക്കിൽ 8,000 ദിർഹം വീതം വർഷത്തിൽ 96,000 ദിർഹം പിഴ അടയ്ക്കേണ്ടി വരും. പിഴസംഖ്യ 6 മാസത്തിലൊരിക്കൽ 48,000 ദിർഹം വീതം അടയ്ക്കാനും സാധിക്കും. സ്വദേശീവൽക്കരണം പൂർത്തിയാക്കുന്ന കമ്പനികളെ തൗത്തീൻ പാർട്ട്നേഴ്സ് ക്ലബ്ബിൽ ഉൾപ്പെടുത്തി സർക്കാർ സേവന ഫീസിൽ 80% വരെ ഇളവ് നൽകും. സർക്കാർ സേവനങ്ങളിൽ മുൻഗണനയും ലഭിക്കും. സ്വദേശീവൽക്കരണത്തിൽ കൃത്രിമം നടത്തുന്നവർക്ക് 1 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ. അമൃത ന്യൂസ്, ദുബായ്. PM ശ്രീ തർക്കത്തിൽ കടുത്ത നിലപാടുമായി CPI. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് CPI മന്ത്രിമാർ അറിയിച്ചു. ഇന്ന് ചേർന്ന CPI സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത്. സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ ബിനോയ് വിശ്വം ലാൽ സലാം എന്ന് മാത്രമാണ് പ്രതികരിച്ചത്. പ്രശ്നപരിഹാരത്തിനായി MA ബേബി ഇടപെട്ടിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചു. വിട്ടുവീഴ്ചയില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു. സമവായ ചർച്ചകളും ശ്രമങ്ങളും തുടരാനാണ് CPMന്റെ തീരുമാനം. അൻഫിൽ ഡിസൂസ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗഭരിതമായ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇടതുമുന്നണി കടന്നു പോകുന്നത്. കാരണം നാളെ രാവിലെ ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അതിൽ CPI മന്ത്രിമാർ 4 CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം, പൂർണ്ണമായും ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഇടതുമുന്നണി വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ കഴിയും. കാരണം CPI ആ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുന്നുമില്ല. MOUവിൽ നിന്ന് പിന്മാറാനുള്ള നിർദ്ദേശങ്ങൾ അടക്കമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം CPM ആകട്ടെ അതിനപ്പുറത്തേക്കുള്ള ഒരു എത്ര ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ട് പോലും CPI നിന്ന് പിന്മാറുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ചർച്ച ചെയ്യുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി നേരിട്ടിറങ്ങി ചർച്ച ചെയ്യുന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെയും സമവായത്തിലെത്താത്ത, അതിലൊന്നും തന്നെ അനുനയ നീക്ക ഫലം കാണാത്തൊരു സാഹചര്യം തന്നെയാണ്. MOയിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് കൃത്യമായി എപ്പോഴാണ് മനസ്സിൽ ബോധ്യപ്പെടുന്നത്. ആ ബോധ്യപ്പെടുന്നത് വരെയും ഈ മുന്നണിയുമായി അല്ലെങ്കിൽ മന്ത്രിസഭയുമായി ചേർന്ന് പോകാൻ മന്ത്രിമാർക്ക് സാധ്യമല്ല എന്നൊരു നിലപാട് തന്നെ എടുത്തിരിക്കുന്നു.
പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനോടകം തന്നെയും പല രീതിയിലുള്ള ചർച്ചകളും നീക്കങ്ങളും ഒക്കെ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെയും ഇന്ന് ഈ രാത്രി വരെയും ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ സാധാരണഗതിയിൽ രാവിലെയാണ് ക്യാബിനറ്റ്, പക്ഷേ നാളത്തെ ക്യാബിനറ്റ് വൈകിട്ട് 3:30 മാറ്റിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് ഈ അനുനയ നീക്കത്തിനുള്ള സമയം കുറച്ച് കൂടുതൽ കിട്ടുമെന്നുള്ള കണക്കുകൂട്ടലിലൊക്കെ ആയിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നത് രാവിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം രാവിലെ ചേരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മന്ത്രിസഭാ യോഗം 3:30 മാറ്റിയെന്നാണ്. എന്തൊക്കെയായാലും നാളെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് ഇടതു മുന്നണിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാകും മുന്നണിയിൽ ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് CPM നേരിടുന്നത് വലിയൊരു രാഷ്ട്രീയമായ ഒരു വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാകും. CPM-നായാലും ഒരുപക്ഷെ CPIക്ക് ആ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടി തന്നെയാകും. CPIയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദത്തിലാണ് CPI ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് എത്ര ക്യാബിനറ്റുകൾ ഇനി അതിനുശേഷം 5-ാം തീയതി ഒരു ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനു മുമ്പ് 4-ാം തീയതി തലേ ദിവസം 4-ാം തീയതി CPIയുടെ സംസ്ഥാന സ്റ്റേറ്റ് കൗൺസിലൊക്കെ ചേരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ ചേരുമ്പോൾ ഈ ക്യാബിനറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതായുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കും. പക്ഷേ അതിനു മുൻപ് ആ ഒരു ഇടവേളയ്ക്ക് മുൻപ് ഏതെങ്കിലും രീതിയിലൊക്കെ തന്നെ ഒരു സമവായ ചർച്ചയും സമവായ സാധ്യതകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM-ഉം CPI-യും. എന്തൊക്കെ സംഭവിച്ചാലും പക്ഷേ ഇനിയുള്ള ഓരോ മണിക്കൂറുകളും അല്ലെങ്കിൽ നാളത്തെ ദിവസം എന്ന് പറയുന്നത് അതീവ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് CPIയെ സംബന്ധിച്ചോളം CPM-നെ സംബന്ധിച്ചോളം. കാരണം ഈ നിലപാടിൽ ഉറച്ച് ഇരുകൂട്ടരും CPM-ഉം CPI-യും ഈ നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും വിള്ളലിലേക്കും ഒക്കെ തന്നെയാകും ഇടതു മുന്നണി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, അൺഫിൽഡ് സൂചിപ്പിച്ചതുപോലെ നാളത്തെ ദിവസം എന്തായാലും നിർണായകം തന്നെയാണ്. PM ശ്രീ തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്ന് CPI മന്ത്രിമാർ. ഇടത് നയമാണ് രണ്ട് പാർട്ടികളും ഉയർത്തിപ്പിടിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും പാർട്ടി സെക്രട്ടറി നിലപാട് പറയുമെന്നും GR അനിൽ പറഞ്ഞു. CPM CPI ഭിന്നത ഭരണതലത്തിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ എന്ന മറുപടിയാണ് മന്ത്രി P പ്രസാദ് നൽകിയത്. തർക്കമുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചർച്ചയിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലല്ലോ എന്നും P പ്രസാദ് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇതൊക്കെ കൂടത്തില്ലായിരുന്നല്ലോ. അതേസമയം PM ശ്രീ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് മന്ത്രി V ശിവൻകുട്ടി. പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുന്നു, ചർച്ച ചെയ്ത് പരിഹരിക്കും. നിലവിൽ തന്റെ തലത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമോ എന്ന കാര്യം തനിക്കറിയില്ല എന്നും മന്ത്രി പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച എന്ന് പറയുന്നത്. CPIക്ക് പരോക്ഷ മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് CPIM മുന്നോട്ട് വച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസമാക്കാൻ കഴിയും. സർക്കാരിന് പരിമിതിയുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് പരിമിതി, അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. ജില്ലകളിൽ നാളെ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കാൻ കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകി. SIR നടപ്പാക്കുന്നതിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. 2002-2004 കാലഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമായതോടെ എന്യൂമറേഷൻ ഫോമിന്റെ പ്രിന്റിംഗ് ആരംഭിച്ചു. നവംബർ 3 ശേഷം BLOമാർ വഴി ഫോമുകൾ വോട്ടർമാർക്ക് കൈമാറും. കരട് വോട്ടർ പട്ടിക 2025 ഡിസംബർ 9 പ്രസിദ്ധീകരിക്കും.
അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 8 അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7 പ്രഖ്യാപിക്കും. ആൻഡമാൻ നിക്കോബാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. BJP ഒഴികെയുള്ള പാർട്ടികൾ SIR-നെ എതിർക്കുന്നതും ഇതേ കാരണം കൂടി ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലികളെ SIR ബാധിക്കില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ വ്യക്തമാക്കിയത്. ജില്ലകളിൽ നാളെ തന്നെ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിഴലിലാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. SIR രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SIR ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കേരളം പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ഇലക്ഷൻ കമ്മീഷൻ പ്രകടിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ജനങ്ങളുടെ ദുരിതത്തിൽ, പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്ന മനോഭാവമാണ്. അതിനെ ഞങ്ങൾ എല്ലാ തലങ്ങളിലും ഞങ്ങൾ എതിർക്കും. വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പൗരന്മാർക്ക് അവരുടെ വോട്ട് സംരക്ഷിക്കാൻ സഹായകരമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾക്കിടയിലും SIR നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCC പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കം ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ച നേതാക്കൾ ഭിന്നതകൾ മാറ്റി തെരഞ്ഞെടുപ്പിനായി ഐക്യത്തോടെ ഇറങ്ങിയേ മതിയാകൂ എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. അതിനിടെ സംസ്ഥാന നേതൃത്വത്തിനെതിരായ വിമർശനം K. സുധാകരൻ പരസ്യമാക്കുകയും ചെയ്തു. യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് VD സതീശൻ മടങ്ങിയത്. പുനഃസംഘടനയെ ചൊല്ലിയുള്ള കടുത്ത ഭിന്നതകൾക്കിടയിലാണ് KPCC നേതാക്കൾ ഹൈക്കമാൻഡുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സംഘടനാ കാര്യങ്ങളും രാഷ്ട്രീയ സ്ഥിതിയും നേരിട്ടറിഞ്ഞ് പ്രചാരണത്തിനായി നേതൃത്വത്തെ സജ്ജമാക്കുകയാണ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷന്മാർ അടക്കം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. KPCC പുനഃസംഘടനയിലെ തർക്കങ്ങളും പുനഃസംഘടന പൂർത്തീകരിക്കാൻ വൈകുന്നതിലെ VD സതീശന്റെ വിട്ടുനിൽക്കലും അടക്കം ചർച്ചയായി. ഗ്രൂപ്പുകളുടെ പരാതിയും പ്രതിഷേധവുമൊക്കെയും ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചു. Discussing and we are taking feedback about local authority elections and also assembly elections, and after that again we will meet general leaders and after that feedback what is to be done, and their suggestion is very important. That's why this meeting is. അതേസമയം സംസ്ഥാനത്തെ നേതൃത്വം തന്നെയാണ് അനൈക്യത്തിന്റെ കാരണക്കാരെന്ന് K. സുധാകരൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. നേതൃത്വത്തിനെതിരായ വിമർശനം മാധ്യമങ്ങളോടും K. സുധാകരൻ പരോക്ഷമായി ഉന്നയിച്ചു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരാനിരിക്കെ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് ഹൈക്കമാൻഡ് നേതാക്കളോട് നിർദ്ദേശിച്ചു. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തുവെന്നും നേതൃത്വം അറിയിച്ചു. There are many points to be noted and discussed. It was a very serious meeting we have conducted, and I'm so happy to the High Command that they have taken every small issues into consideration and we have discussed in a very long way. നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം UDF ആരംഭിക്കും. തർക്കങ്ങളൊക്കെ പരിഹരിച്ചുവെന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ നവംബർ ആദ്യം പ്രഖ്യാപിക്കും. ഞങ്ങൾ എല്ലാ തലത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറും. എന്നാൽ യോഗശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറായില്ല. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉടൻ മടങ്ങുകയും ചെയ്തു. അമൃത ന്യൂസ്, ഡൽഹി, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ബീഹാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. ബീഹാറിന് തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന തലക്കെട്ടോടെയാണ് പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത്. ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സംയുക്തമായി റാലികൾ നടത്തും. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്നതിനുള്ള നിയമം പാസാക്കുമെന്നതാണ് പ്രധാന വാഗ്ദാനം.
മൈ ബഹിൻമാൻ യോജന പ്രകാരം സ്ത്രീകൾക്ക് ഡിസംബർ 1 മുതൽ പ്രതിമാസം 2500 രൂപ നൽകുമെന്നും എല്ലാ കുടുംബങ്ങൾക്കും 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുമെന്നും പത്രികയിൽ ഉൾപ്പെടുന്നു. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സ്വന്തമായി ഭൂമിയും വീടും നൽകുമെന്നും സ്ത്രീകൾക്കും കർഷകർക്കുമായി പ്രത്യേകം പദ്ധതികൾ നടപ്പാക്കുമെന്നും പത്രികയിൽ വ്യക്തമാക്കുന്നു. വഖഫ് ഭേദഗതി നിർത്തിവയ്ക്കും എന്നതുൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളി വർഗത്തിനും വേണ്ടിയുള്ള നിരവധി വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. നിതീഷ് കുമാറിനെ വെച്ച് BJP അധികാരം കൈയാളുകയാണെന്നും ഇത്തവണ നിതീഷ് മുഖ്യമന്ത്രിയാകില്ല എന്നും തേജസ്വി യാദവ് പറഞ്ഞു. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യവും തേജസ്വി യാദവ് വീണ്ടും ഉയർത്തി. ऐसा कह दिया कि हो ही नहीं सकता. वही 2020 में लोग बोलते थे कि कैसे होगा क्या होगा. और हम आपको कह के जा रहे हैं, जिस परिवार के पास सरकारी नौकरी नहीं है उस परिवार में एक सरकारी नौकरी हम लोग मिलकर के देंगे. ये होने वाला है. इसमें किसी को असमंजस की स्थिति नहीं रखनी चाहिए. RJD നേതാവ് തേജസ്വി യാദവ് നേരത്തെ നടത്തിയ പ്രഖ്യാപനമാണ് പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെയും VIP-യുടെയും CPIM-ന്റെയും CPIML-ന്റെയും നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. നാളെ രാഹുൽ ഗാന്ധി കൂടി പ്രചരണത്തിനായി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് കളം പിടിക്കുകയാണ് മഹാഗഡ്ബന്ധന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് അമൃത TV. മോൺതാർ ചുഴലിക്കാറ്റ് തീരം തൊട്ടു. ആന്ധ്രാപ്രദേശിലെ മച്ചിലപട്ടണത്തിന് സമീപമാണ് കാറ്റ് തീരം തൊട്ടത്. 110 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിക്കുകയാണ്. സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. ഒരു കാരണവശാലും വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്ന് സർക്കാർ പ്രദേശവാസികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിനെ തുടർന്ന് ആന്ധ്രയിൽ കനത്ത മഴയാണ്. 19 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ റദ്ദാക്കി. വിശാഖപട്ടണം വിമാനത്താവളം അടച്ചു. ഷാർജ എമിറേറ്റിലെ പുതിയ വാടക നിയമം പ്രഖ്യാപിച്ചതിന് മുൻപുള്ള വാടക കരാറുകൾ പുതുക്കാൻ ഷാർജ കിരീടാവകാശിയും ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകാരം നൽകി. 2024 സെപ്റ്റംബർ 19 മുൻപ് അവസാനിപ്പിച്ചതും കാലഹരണപ്പെട്ടതുമായ പാട്ടക്കരാറുകളുടെ രജിസ്ട്രേഷൻ ഫീസിൽ 50% ഇളവ് നൽകാനും രജിസ്ട്രേഷൻ നടത്താത്തതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് പിഴകളിൽ പൂർണ്ണ ഇളവ് നൽകുന്നതിനുമാണ് അംഗീകാരം നൽകിയത്. നവംബർ 1 മുതൽ ഡിസംബർ 31 വരെയാണ് ഇളവുകൾ പ്രാബല്യത്തിലുണ്ടാവുക. റെസിഡൻഷ്യൽ, വാണിജ്യം, വ്യാവസായികം, നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വാടക കരാറുകൾക്കെല്ലാം ഇത് ബാധകമാണ്. കുവൈറ്റിൽ 2025 ആദ്യ പകുതിയിൽ വിദേശ തൊഴിലാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവിൽ ഗണ്യമായ വർധനവ്. 254.1 കോടി ദിനാറാണ് ഈ കാലയളവിൽ കുവൈറ്റിൽ നിന്ന് വിദേശികൾ നാട്ടിലേക്ക് അയച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 205.3 കോടി ഡോളർ ആയിരുന്നു. 48,75,00,000 വർധനവാണ് ഇതെന്നും സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യങ്ങളും തൊഴിൽ വിപണി തുടർച്ചയായി ശക്തി പ്രാപിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വർധനവ്. അതേസമയം പ്രധാന കറൻസികൾക്കെതിരെ കുവൈറ്റി ദിനാറിന്റെ വാങ്ങൽ ശേഷി നിലനിർത്തുകയും ചെയ്തു. ഈ വർഷം അവസാനത്തോടെ വിദേശികളുടെ പണമയക്കൽ 500 കോടി ദിനാർ കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദിയിൽ ഇപ്പോൾ നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളുടെ 90% നോൺ ഓയിൽ മേഖലയിലാണെന്ന് നിക്ഷേപ മന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽ ഫാലിഹ് വെളിപ്പെടുത്തി. 9ാമത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിക്ഷേപ മന്ത്രി. സൗദി വിഷൻ 2030 ഒരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. വിഷൻ 2030 പ്രഖ്യാപിച്ച ശേഷം വെഞ്ചർ ക്യാപിറ്റൽ 10 ഇരട്ടി വർദ്ധിച്ചു. സ്റ്റാർട്ടപ്പുകൾക്ക് 100 കോടിയിലേറെ ഡോളറിന്റെ ലഘുവായ്പകൾ അനുവദിച്ചു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സ്റ്റാർട്ടപ്പുകൾ അനുവദിച്ച ആകെ വായ്പകളുടെ 60% ഇത്. കുവൈറ്റിൽ ജലവൈദ്യുതി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിലെ ജീവനക്കാരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ GPS ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്തിവരുന്നതായി റിപ്പോർട്ട്. പൊതുമുതൽ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കം. വിവിധ സ്ഥലങ്ങളിൽ ജീവനക്കാരുടെ ജോലികൾ നിരീക്ഷിക്കുന്നതിന് ഈ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളതായും ഈ വിഷയത്തിൽ തീരുമാനം പുറപ്പെടുവിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ജീവനക്കാർക്ക് നൽകുന്ന ഔദ്യോഗിക വാഹനം ജോലി ആവശ്യാർത്ഥം മാത്രമായി ഉപയോഗിക്കുന്നതിനും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വാഹനം ദുരുപയോഗം ചെയ്യുന്നത് തടയുവാനും ഈ തീരുമാനം വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മന്ത്രാലയത്തിന്റെ എല്ലാ മേഖലകളിലും തീരുമാനം നടപ്പിലാകും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റ്
6-ാം സ്ഥാനത്ത്. ഗാലബ് കമ്പനി പുറത്തുവിട്ട ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിലാണ് കുവൈറ്റ് ഈ നേട്ടം കൈവരിച്ചത്. റിപ്പോർട്ട് പ്രകാരം സിംഗപ്പൂർ 1-ാം സ്ഥാനത്തും താജിക്കിസ്ഥാൻ 2-ാം സ്ഥാനത്തും എത്തി. അറബ് രാജ്യങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഒമാനാണ്. സൗദി അറേബ്യയും കുവൈറ്റും ഒമാന്റെ തൊട്ടു പിന്നിലും ഇടം പിടിച്ചു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യം ദക്ഷിണാഫ്രിക്കയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മാലിന്യം കുറയ്ക്കാൻ പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുമായി ദുബായ് മുനിസിപ്പാലിറ്റി. സർക്കിൾ ദുബായ് എന്ന പേരിലുള്ള പദ്ധതിയിലൂടെ ആളോഹരി മാലിന്യം ഗണ്യമായി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി നഗരത്തിലുടനീളം ക്യാമ്പയിൻ സംഘടിപ്പിക്കും. പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് റീസൈക്ലിംഗ് ബിന്നുകളുടെ എണ്ണം പൊതു താമസയിടങ്ങളിൽ വർദ്ധിപ്പിക്കും. സ്രോതസ്സുകളിൽ നിന്ന് തന്നെ മാലിന്യങ്ങൾ വേർതിരിക്കാനായി സ്ഥാപനങ്ങൾക്ക് കണ്ടെയ്നറുകൾ നൽകും. 2041 ആകുമ്പോഴേക്കും മാലിന്യം 18% കുറയ്ക്കുകയും മാലിന്യ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഖരമാലിന്യങ്ങൾ പൂർണ്ണമായും വഴിതിരിച്ചു വിടുകയുമാണ് ലക്ഷ്യമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. അബുദാബി എമിറേറ്റിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡിൽ വേരിയബിൾ സ്പീഡ് ലിമിറ്റ് നിലവിൽ വരുന്നു. മഴ, പൊടിക്കാറ്റ് പോലുള്ള പ്രതികൂല കാലാവസ്ഥ, റോഡ് നിർമ്മാണം, പാതകൾ അടച്ചിടുന്ന സാഹചര്യം എന്നിവ അടിസ്ഥാനമാക്കി വേഗപരിധി മാറുന്ന സംവിധാനമാണ് ഇത്. സെൻസറുകൾ, ക്യാമറകൾ എന്നിവ നൽകുന്ന ഡാറ്റ വിശകലനം ചെയ്താണ് വേഗപരിധി നിശ്ചയിക്കുക. സൂചനാ ബോർഡുകളിൽ തെളിയുന്ന വേഗപരിധി മനസ്സിലാക്കി വാഹനം ഓടിക്കണമെന്ന് അബുദാബി മൊബിലിറ്റി നിർദ്ദേശിച്ചു. ഈ വർഷം ആദ്യം ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റിലെ വേഗപരിധി 120-ൽ നിന്ന് 100 കിലോമീറ്ററാക്കി കുറച്ചിരുന്നു. സൗദിയിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സൗദിയിലെ ആദ്യത്തെ ജീൻ സെൽ തെറാപ്പി നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുകയാണ്. സൗദിയിലെ ആയിരക്കണക്കിന് രോഗികൾക്ക് നൂതന ചികിത്സ നൽകുക, 2030 ആകുമ്പോഴേക്കും ചികിത്സ ചിലവിൽ ഏകദേശം 800 കോടി സൗദി റിയാൽ ലാഭിക്കുക എന്നിവയാണ് പുതിയ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. റിയാദിലെ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ 5000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ കേന്ദ്രം 2025 അവസാനത്തോടെ പ്രവർത്തനം ആരംഭിക്കും. സൗദിയിലെ റിയാദ് നഗരത്തിൽ നിന്ന് 600 കിലോമീറ്റർ അകലെ വാദി ദവാസറിൽ ജോലി ചെയ്യുന്ന മലപ്പുറം കോഴിച്ചിന സ്വദേശി മുസ്തഫയുടെ ജീവൻ രക്ഷിക്കാൻ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ എയർ ആംബുലൻസ് പറന്നിറങ്ങി. മുസ്തഫയ്ക്ക് താമസ സ്ഥലത്ത് വെച്ച് രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് സ്ട്രോക്ക് സംഭവിക്കുകയായിരുന്നു. ഈ സമയത്ത് മറ്റാരും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഏറെ വൈകിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സ പൂർത്തിയാക്കിയ ശേഷം അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി റിയാദിലേക്ക് രോഗിയെ കിങ് സയീദ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇവിടെ നിന്ന് കൂടുതൽ ചികിത്സയ്ക്കായി മുസ്തഫയെ നാട്ടിലെത്തിച്ചു. വാസ്ത സംസ്കാരവും വ്യാജ പൗരത്വവും കുവൈറ്റിന്റെ നിലവാരം തകർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതായി 1-ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് കസ്റ്റംസ് വിഭാഗത്തിൽ ഗോത്ര നിയമനങ്ങളും സ്വജനപക്ഷപാതിത്വവും കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിനെ മലിനമാക്കുന്നതിൽ വാസ്ത സംസ്കാരം പ്രധാന പങ്ക് വഹിച്ചതായും 30 വർഷം മുൻപ് നിർമ്മിച്ച പല നിയമങ്ങളും ആധുനികവൽക്കരിക്കുന്നതിനായി സിവിൽ സർവീസ് നിയമം പരിഷ്കരിക്കാൻ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. 52 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഓൺ അറൈവൽ വിസ ലഭ്യമാണ്. എന്നാൽ രാജ്യത്തേക്ക് പ്രവേശന വിലക്കുള്ളവരെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ തിരിച്ചയക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രമേഹ നിരീക്ഷണത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സൗദിയിൽ ആരംഭിച്ചു. സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജിൽ ലോകത്തിലെ ആദ്യത്തെ പ്രമേഹ രോഗ നിരീക്ഷണ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗികളുടെ ആരോഗ്യ സൂചകങ്ങളുടെ ഇലക്ട്രോണിക് പ്രോ ആക്റ്റീവ് ട്രാക്കിംഗ് പ്രാപ്തമാക്കുന്ന കേന്ദ്രമാണ് ഇത്. ഉത്തര റിയാദിലെ മഹൽമയിലുള്ള റിയാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ 8ാമത് ഗ്ലോബൽ ഹെൽത്ത് ഫോറത്തിൽ വെച്ചാണ് ആരോഗ്യമന്ത്രി പ്രമേഹ രോഗ നിരീക്ഷണ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് നേതാവും കണ്ണൂർ മുൻ DCC പ്രസിഡന്റുമായിരുന്ന സതീശൻ പാച്ചേനിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ കുവൈറ്റ് OICC കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അബ്ബാസിയയിലെ നൈസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന അനുസ്മരണ സമ്മേളനം കണ്ണൂർ DCC എക്സിക്യൂട്ടീവ് മെമ്പർ VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
കുവൈറ്റ് OICC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ലിപിൻ മുഴക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സതീശൻ പാച്ചേനി ഓരോ കോൺഗ്രസ് പ്രവർത്തകരും മാതൃകയാക്കേണ്ട നേതാവാണെന്നും അദ്ദേഹത്തിന്റെ അകാല വിയോഗം കണ്ണൂരിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടമാണെന്നും BC നാരായണൻ അനുസ്മരിച്ചു. OICC കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി സ്വാഗതവും ജോയിന്റ് ട്രഷറർ വിനോദ് കരിമ്പിയിൽ നന്ദിയും പറഞ്ഞു. ജിദ്ദയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്കൂളുകളെ ഉൾപ്പെടുത്തി ഗൂഗ്ലീസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഗൂഗ്ലീസ് ഇന്റർനാഷണൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2 മുന്നോടിയായി ടീമുകളുടെ മീറ്റപ്പ് ജിദ്ദ സീസൺസ് റെസ്റ്റോറന്റിൽ വെച്ച് നടത്തി. ടൂർണമെന്റ് നവംബർ 14, 21, 28 തീയതികളിലായി ജിദ്ദയിലെ സിജിൻ റോഡിലുള്ള അൽ മഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ, ഫിലിപ്പൈൻ ഇന്റർനാഷണൽ സ്കൂൾ, ഇന്തോനേഷ്യൻ ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ മീറ്റപ്പിൽ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളികളെ രക്ഷിക്കാൻ വീണ്ടും സർക്കാർ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്ത് നൽകി. ജയിൽ ആസ്ഥാനത്ത് നിന്നാണ് കത്ത് നൽകിയിരിക്കുന്നത്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കൽ എന്നോ വ്യക്തമാക്കാതെ വിടുതൽ എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാർ വീണ്ടും TP വധക്കേസ് പ്രതികൾക്കായി കത്ത് നൽകിയിരിക്കുന്നത്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ആസ്ഥാനത്ത് നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കൽ എന്നോ വ്യക്തമാക്കിയിട്ടില്ല. പകരം വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. TP കേസിലെ പ്രതികൾക്ക് എവിടെയായാലും ആനുകൂല്യം കിട്ടുന്നുണ്ടെന്നും സർക്കാരും പാർട്ടിക്കാരും പ്രതികൾക്കൊപ്പം ഉണ്ടെന്ന് കാണിക്കാനുള്ള നീക്കമാണിതെന്നും KK രമ MLA പറഞ്ഞു. ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത് ജയിൽ വകുപ്പ് മേധാവികൾക്ക് അയക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ അറിയേണ്ടത് ജയിൽ വകുപ്പ് മേധാവികളല്ലല്ലോ, അത് പോലീസ് ആസ്ഥാനത്താണല്ലോ അറിയേണ്ടത്. പോലീസുകാരാണല്ലോ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതും അത് റിപ്പോർട്ട് ചെയ്യേണ്ടതും. അപ്പൊ പരോള് പോലും കൊടുക്കുമ്പോൾ പോലീസുകാരോട്, ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ പോലീസുകാരോട് അന്വേഷിച്ച് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നറിഞ്ഞിട്ടാണ് ഏതൊരു പ്രതിക്കും പരോള് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നിലനിൽക്കെ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് വളരെ വ്യക്തമാണ്. സർക്കാരിന്റെ കാലാവധി 6 മാസം ഇരിക്കെ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇതെങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ സർക്കാരുണ്ട്, ഈ പാർട്ടിയുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ശ്രമം നടത്തുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശമുള്ളൂ. TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ നേരത്തെ സർക്കാർ ശ്രമം നടത്തിയിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. ഇവരെ വിട്ടയച്ചാൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് പോലീസാണ്. ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് പങ്കില്ല. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിനെന്ന കാര്യം വ്യക്തമല്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തിന്. 1825 പോയിന്റോടെയാണ് തിരുവനന്തപുരം ഓവറോൾ കിരീടം നേടിയത്. അത്ലറ്റിക്സിൽ മലപ്പുറം കിരീടം നിലനിർത്തി. സ്കൂളുകളിൽ മലപ്പുറത്തിന്റെ ഐഡിയൽ കടകശ്ശേരി തുടർച്ചയായ 4ാം തവണയും ചാമ്പ്യന്മാരായി. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.